തെലുഗു റീമേക്ക്. അതങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാ നെയ്ബർ സ്റ്റേറ്റ്സ് ആണല്ലോ. കേരളത്തിൽ നിന്നെങ്കിലും റീമേക്ക്, മലയാളം റീമേക്ക് ചെയ്യാം. അതുപോലെ നമ്മുടെ മണിച്ചിത്രത്താഴ്, തേന്മാവിൻ കൊമ്പത്ത് ഒക്കെ ഒരു റീമേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് വേറെ രീതിയിൽ ഒരു കഥയും കൂടെ മാറ്റിയിട്ടാണ് റീമേക്ക് ചെയ്യുക എന്നുള്ളത് വേറെ. മണിച്ചിത്രത്താഴ് കണ്ടിട്ട് ചന്ദ്രമുഖി കാണുമ്പോൾ ഷോക്ക് ഉണ്ടായിരിക്കും, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ തമിഴ് ഓഡിയൻസിന് വേണ്ടിട്ട് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റ് കോളർ ഇപ്പൊ ലൈനിലുണ്ട്, നോക്കാം. ഹലോ ഹലോ, അതെ, ഗുഡ് മോർണിംഗ്. ആരാണ് സംസാരിക്കുന്നത്? കൃഷ്ണേന്ദു. എത്രാം ക്ലാസ്സിലാണ് കൃഷ്ണേന്ദു പഠിക്കുന്നത്? ഞാനിപ്പോ 7th-ലാണ്. 7th-ലാണോ? ആനുവൽ എക്സാം കഴിഞ്ഞോ? ആനുവൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. മാർച്ചാണ്. ഞാൻ വിചാരിച്ചു മറ്റേ SSLC +2കാരുടെ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ ഒക്കെ കഴിഞ്ഞ് ഒതുക്കി വെക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഞങ്ങക്ക് UP സ്കൂൾ ആയതുകൊണ്ട് 18th തുടങ്ങുന്നത്. ജസ്റ്റ് ഒരു 15 days ഉള്ളൂ. എല്ലാം സെറ്റ് ആണല്ലോ കൃഷ്ണ. ഓക്കെയാണ്. സ്കൂളായിട്ട് നമുക്ക് ജയിക്കാൻ വേണ്ടി പറ്റും അല്ലേ? വലിയ പ്രശ്നമില്ല. ഇനി പോക്കെയാണ് നമുക്ക് ഇതിന് ടെൻഷൻ വരാൻ വേണ്ടി പോകുന്നത്. അതെ. അപ്പൊ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിലെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? അതെ, സുഖമായിട്ടിരിക്കുന്നു. ആർക്ക് വേണ്ടി വിഷ് അയക്കാം? ഞാൻ അമ്മയ്ക്ക് വേണ്ടി. അമ്മയുടെ എന്താ സ്പെഷ്യൽ? ബർത്ത്ഡേ ആണോ? അങ്ങനെയൊന്നുമില്ല, ഒരു സ്പെഷ്യൽ ഡേ വിഷ് ചെയ്യാനായിട്ട്. അമ്മയുടെ പേര്? അമ്മയുടെ പേര് മിഥില. മിഥില? മിഥുല. മിഥുല. മിഥുല ചേച്ചി കണ്ടോ? ചക്ക കുട്ടിയാണ്. അമ്മയുണ്ട്. അതാണോ മിഥുല ചേച്ചി? നമസ്കാരം. ഇത്രയും കൃഷ്ണേന്ദുവിന്റെ വക ഒരു അടിപൊളി ഡേ രാവിലെ മൺഡേ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ദിവസം മോളുടെ ഭാഗത്ത് നിന്ന് തന്നെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും കൊണ്ടും നിന്ന് അടിപൊളിയായിട്ടുള്ള സന്തോഷമുള്ള ദിവസമായിരിക്കട്ടെ കേട്ടോ, രണ്ടുപേർക്കും വീട്ടിലുള്ള എല്ലാവർക്കും. നമുക്ക് നല്ലൊരു പടം കണ്ടല്ലോ. നല്ലൊരു പടം കാണാം. ഇപ്പൊ നല്ലൊരു